ഇനി നമുക്ക് നമ്പർ 1 പോയിന്റിലേക്ക് വരാം. ആക്ച്വലി എനിക്ക് ആർസണൽ ഫാൻസിന്റെ അഭിപ്രായമാണ് ഇവിടെ അറിയാൻ ഏറ്റവും താല്പര്യം. ബിക്കോസ് ഞാനൊരു ന്യൂട്രലാണ്, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഒരു ആർസണൽ ഫാൻ പെർസ്പെക്റ്റീവ് അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആർസണൽ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് എന്നോട് പറയുക. ചർച്ചാ വിഷയം മാർട്ടിൻ സുബിമെൻഡി തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസണിൽ നമ്മൾ കണ്ട സുബിമെൻഡി ആണോ ഇപ്പം നമ്മൾ കാണുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇന്നത്തെ മത്സരത്തിലും അത്ലറ്റിക്കോയ്ക്കെതിരെ എനിക്കറിയാം ആ ഒരു പെനൽറ്റി വന്നതിന് മുമ്പുള്ള ആ ഒരു പാസും ആ ബോൾ ആക്ച്വലി അൽവറേസ് വിട്ടുകൊടുത്തു. അവിടെ നിന്ന് ആ ബോൾ കളക്ട് ചെയ്തു. യോക്കറേസിന് നല്ല ഒരു കറക്റ്റായിട്ടൊരു കുഷൻ ചെയ്തൊരു ബോൾ അവിടെ ഇട്ട് കൊടുത്തു. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ സുബിമെൻഡിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, ആ പ്രീമിയർ ലീഗിലേക്ക് വന്നു, ആ ഒരു കുറച്ച് മത്സരങ്ങൾ കളിച്ചൊരു ലെവല് നമുക്കറിയാം. ആ ഒരു ലെവലിൽ എവിടെയെങ്കിലും ഒരു ഡിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും സുബിമെൻഡിനെ ഞാൻ നോട്ടീസ് ചെയ്യുമ്പോൾ പഴയ ആ ഒരു കോൺഫിഡൻസ് ആ പ്ലെയറിലുണ്ടോ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലും ബോൾ റിസീവ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹെഡ് ഒന്ന് പൊക്കി എന്താണ് ഓപ്ഷൻസ് എന്നൊന്ന് നോക്കണം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ചെയ്യാത്ത പോലെ കുറച്ചൊരു ഷെല്ലിലേക്കായി പോയ പോലെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. ഞാൻ അങ്ങനെ ഓവർലി ക്രിട്ടിക്കലായിട്ട് പറയുന്നതല്ല, ബിക്കോസ് എനിക്കറിയാം ആദ്യത്തെ സീസണാണ് പ്രീമിയർ ലീഗിൽ സുബിമെൻഡിയുടെ. ഈ ലീഗിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നറിയാം. ഇതിനോടകം തന്നെ എത്ര മത്സരങ്ങൾ കളിച്ചു എന്ന് നമുക്കറിയാം. പ്രീമിയർ ലീഗിൽ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം 1-2 മത്സരങ്ങൾ എന്താ മിസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു മത്സരത്തിലും അത്ലറ്റി സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഷേപ്പൊക്കെ മാറിയപ്പോൾ മിഡ്ഫീൽഡ് കുറച്ചുകൂടെ നാരോ ആയി. ആ ഒരു സമയത്തും സുബിമെൻഡിക്ക് ആ വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. യൂഷ്വലി നമ്മൾ ഈ പ്ലെയറിൽ നിന്ന് കാണുന്നൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, ബോളിൽ എപ്പോഴും ബോൾ റിസീവ് ചെയ്യാനും എപ്പോഴും ബോൾ ഹോൾഡ് ചെയ്യാനും പിന്നെ കളി മെനയാനും ഒക്കെ ഒരു വലിയ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഇപ്പം ഞാൻ സുബിമെൻഡിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ടെൻഡൻസി കാണാനാവുന്നില്ല. ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്ലെയർ ഭയങ്കര ക്രൂഷ്യലാണ്. ഈ ഒരു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സുബിമെൻഡി വേണ്ട ഇമ്പാക്റ്റ് ആ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കുറച്ച് സേഫ് ആയിട്ട് പാസ് ചെയ്യുക, സൈഡ് വേസ് പാസ് ചെയ്യുക, അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് കളിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് സുബിമെൻഡിനെ കണ്ടപ്പോൾ ഇന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.